ഈ 2025 പടിയിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചത്? ഈ ഉത്തരം നാം പറയാൻ നാട്ടുകാർക്ക് മൊത്തം അറിയുന്നതാണ്, ആർക്കാണ് നഷ്ടം സംഭവിച്ചതെന്നുള്ളത്. എന്നിരുന്നാലും ഈ 2025 രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയ ഒരു വർഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. 2024 കൂടെ ചേർക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ വന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് CPM-ൻ്റെ LDF-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ കേരളം ഭരിക്കുകയാണ്. ഈ 25 തീർന്ന് 26-ൻ്റെ ഏതാണ്ട് ഏപ്രിൽ മാസം ആവുന്നതോടുകൂടി ഈ സർക്കാരിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം LDF നടത്തിയ അവർ അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്തു. അതിനനുസരിച്ചിട്ടുള്ള ഫലം ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാവും എന്നൊക്കെയായിരുന്നു പാർട്ടി അവകാശപ്പെട്ടത്. പക്ഷേ റിസൾട്ട് നമ്മൾ കണ്ടു. LDF-ന് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോൽവി, അവർ തോൽവി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതിനേക്കാൾ കനത്ത തോൽവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായി എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് കയ്യിലിരുന്ന തൃശ്ശൂർ സീറ്റ് നഷ്ടമാവുകയും ചെയ്തു. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് BJP-യുടെ ഒരു MP വരികയും ചെയ്തു. അപ്പോൾ നമ്മളൊരു 24-ൻ്റെ പകുതി മുതൽ 25 പൂർണ്ണമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ നഷ്ടം പറ്റിയിരിക്കുന്നത് CPM-ന് തന്നെയാണ്. അത് പല ഘടകങ്ങളുണ്ട്, പല കാരണങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം വളരെ രൂക്ഷമായിരുന്നു. ഇപ്പോൾ തോൽവി സംബന്ധിച്ചിട്ട് സംസ്ഥാന നേതൃത്വം പറഞ്ഞത് അത് എന്താണ്, വലിയ തോൽവി ഉണ്ടായിട്ടില്ല, അതവരുടെ പതിവ് വർത്തമാനമാണ്. പതിവ് വർത്തമാനമാണ്, നമ്മൾ വിശദമായിട്ട് കണക്കുകളൊക്കെ നമ്മൾ പരിശോധിക്കട്ടെ എന്നാണ് അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. പക്ഷേ ഇന്നലെ ജില്ലാ കമ്മിറ്റികൾ, CPM-ൻ്റെ 14 ജില്ലാ കമ്മിറ്റികളുടെയും ചർച്ച പൂർത്തിയായപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ ഈ സംസ്ഥാനത്തും പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് റിപ്പോർട്ടുകളാണ്. അവർ കൊടുത്തിരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ പ്രശ്നം, അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ ശബരിമല പറയുമ്പം 2019-ലും അത് ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കി, അതിനേക്കാൾ ഡാമേജ് ഇപ്പോൾ ഉണ്ടാക്കി എന്നാണ് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട്. അന്ന് ഒരു ആചാര ലംഘനമായിരുന്നു, ഇന്ന് അതല്ല. കാരണം അന്ന് പാർട്ടിക്ക് നേരിട്ടായാലും ബന്ധമൊന്നുമില്ലല്ലോ. ഒരു സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ അവരുടെ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നുണ്ട്, അവരുടെ വിശ്വസ്തനായ മറ്റൊരു നേതാവ് ജയിലിൽ കിടക്കുന്നുണ്ട്, ഇനിയും പലരും വരും. ഇവരുടെ തന്നെ സംഘടനയെ പ്രവർത്തിച്ചിരുന്ന പല ഉദ്യോഗസ്ഥരും, ദേവസ്വം ഉദ്യോഗസ്ഥരും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജില്ലാ കമ്മിറ്റികൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഈ പത്മകുമാർ മുൻ MLA പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തെ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് നടപടി പാർട്ടി സ്വീകരിച്ചില്ല എന്നൊരു ചോദ്യം പല പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ ഉണ്ടായി അത്തരം ചോദ്യം. അപ്പോൾ എന്തോ ഒളിക്കാൻ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് അതിന് വ്യക്തമായത്. ഈ ഭരണവിരുദ്ധ വികാരവും ഈ ശബരിമല പ്രശ്നവും കൂടിയാണ് ചേർത്താണ് തദ്ദേശത്തിൽ ഇത്ര ഭീകരമായി തിരിച്ചറിവുണ്ടായത് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റു ചില ജില്ലാ കമ്മിറ്റികൾ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതിൽ പറയുന്നത് നമ്മുടെ ഈ പരാജയം ഇത്രയും വലിയ കുഴപ്പമില്ലാതെ ഇത്രയും നിന്നത് അവസാനം പ്രഖ്യാപിച്ച ചില ക്ഷേമ പദ്ധതികളുണ്ടെന്നാണ്. അതായത് ഈ ക്ഷേമ പെൻഷൻ 2000 ഉയർത്തി കൊടുത്തു, 35 വയസ്സ് കഴിഞ്ഞ മഹിളകൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ഒരു ക്ഷേമ തുക കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ കൊണ്ടാണ് ഇതിനേക്കാളും വലിയ ഡാമേജ് എന്ന പാർട്ടി രക്ഷപ്പെട്ടതെന്നും ചില ജില്ലാ കമ്മിറ്റി. അപ്പോൾ സംസ്ഥാന നേതൃത്വ നിലപാടല്ല ജില്ലകൾക്കുള്ളത്. കാരണം അവർ നന്നായിട്ട് ഇറങ്ങി ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കാണ്, അവർക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് തന്നെയാണ്, തർക്കമൊന്നുമില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, സർക്കാർ തലത്തിൽ വലിയ പരാജയം ഉണ്ടായി. CPM-ആയിട്ട് പലതവണ ഇടയേണ്ടി വന്നു. തങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ണർ PM ശ്രീയെ ഒപ്പിടുന്നതിന് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് രണ്ട് പാർട്ടികൾ തമ്മിൽ പോയി. അത് കേരളത്തിൽ വലിയ ചർച്ചയായി. പിന്നീട് ഒപ്പിടില്ലാതിന് പിന്നീട് ഒപ്പിട്ട് അതിൻ്റെ ഫണ്ടിന് വേണ്ടി പോയി. ഇങ്ങനെയുള്ള ധാരാളം ഈ തർക്കങ്ങളും ഈ സർക്കാരിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിട്ട്, ഇടതുപക്ഷം സംബന്ധിച്ചിട്ട് അവർക്ക് രണ്ട് തരത്തിലാണ് 25 നഷ്ടം ഉണ്ടാക്കിയത്. ഒന്നെന്ന് പറയുന്നത്
സർക്കാരിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. 2, ഈ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടി ചേർന്ന് പ്രദേശത്തിൽ ഇത്ര വലിയൊരു തിരിച്ചടി അവർക്ക് ഉണ്ടായത്. ഈ 2026 എത്തുമ്പോഴേക്കും ഈ CPM കിട്ടിയിരിക്കുന്ന ഡാമേജ് ഒന്നുകൂടെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സാധ്യത. പക്ഷേ ഇനി സർക്കാരിൻ്റെ കയ്യിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഏതാണ്ട് ഒരു കഷ്ടി ഒരു 5 മാസം സമയമാണ് ഇനി സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പക്കലുള്ളത്. ഈ 5 മാസം കൊണ്ട് ഇതുവരെ ഇവരുണ്ടാക്കിയ ഡാമേജ് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും CPM തന്നെയുള്ള ആളുകൾക്ക് എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം പാർട്ടി പല കാര്യങ്ങളിലും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. ഈ പാർട്ടിക്കുള്ളിൽ, അതായത് ഈ LDFൻ്റെ ഉള്ളിൽ തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടി മുഖ്യമന്ത്രിയുടെ അടിമയായി മാറുന്നു എന്നുള്ള പരാതിയൊക്കെ ജില്ലാ നേതൃത്വം കൊണ്ട് ഇദ്ദേഹത്തെ ഒരു കറക്റ്റീവ് ഫോഴ്സാക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ 5 മാസം കൊണ്ട് എന്ത് ഹെർക്കൂലിയൻ ടാസ്ക് നടത്തിയാലാണ് ഇപ്പോൾ അവർക്കുണ്ടായ ക്ഷീണം മാറ്റി വിജയിക്കുക 71 സീറ്റിലേക്ക് വരണമല്ലോ. ആ 72 സീറ്റ്, ആ 72 സീറ്റ് കിട്ടാൻ എന്തെല്ലാം വേലടിന് കാണിച്ചാലായിരിക്കും 5 മാസം കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതോടൊപ്പമാണ് ഇപ്പം BJP അവർക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും BJPക്ക് വലിയ തോതിലുള്ള വോട്ട് ശതമാനം ഉയർന്നു. ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ 8ഓളം പഞ്ചായത്തുകളിലെ ഒരു ഭരണം പിടിച്ചു. ഇപ്പോൾ തിരുവനന്തപുരമായിരുന്നു BJPയുടെ ഒരു വളർച്ചയുള്ള മണ്ണ് എന്ന് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോൾ നമ്മൾ കാണുന്നത് ആലപ്പുഴ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരം പിന്നാലെ BJP അനുകൂലമായി വരികയാണ്. ആലപ്പുഴ നമുക്കറിയാം ഇടത് മണ്ണാണ്. പുന്നപ്പറയും വയലാറുമൊക്കെ ഉള്ള CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ വോട്ട് ചോർച്ച CPMൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ നേരത്തെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, UDFനെ മാത്രം പ്രതിരോധിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ ഒരു ഭാഗത്ത് UDFനെയും മറുഭാഗത്ത് NDAയും പ്രതിരോധിക്കേണ്ട ഒരു വല്ലാത്തൊരു സാഹചര്യം CPMൻ്റെ മുന്നിലുണ്ട്. ഇതിനെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും 26-ലെ വീണ്ടും ഒരു മൂന്നാമതൊരു LDF സർക്കാരിൻ്റെ വിജയം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഡാമേജ് ഈ ആര് മുതലെടുക്കും എന്നുള്ളതാണ്. UDFന് പൂർണ്ണമായിട്ടും ഇത് മുതലെടുക്കാൻ കഴിയുമോ, അതോ BJPയും കൂടി ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും മാറുന്നത്? ഈ CPMനുണ്ടാകുന്ന നഷ്ടം സ്വാഭാവികമായിട്ടും 2 കൂട്ടരും കിട്ടും. അതിൻ്റെ ഗുണഫലം NDAയ്ക്കും കിട്ടും, UDFനും കിട്ടും. ഇപ്പോൾ പൊതുവേ UDFുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് ഒരു വലിയൊരു വിജയം ഏകപക്ഷീയമായിട്ട് UDFന് കിട്ടും എന്നുള്ളതാണ്. ഈ തദ്ദേശഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും വളരെ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കും 2026 ഉണ്ടാവുക. ഈ CPMനുണ്ടാകുന്ന നഷ്ടം കോൺഗ്രസിനേക്കാളേറെ കൂടുതൽ ഗുണമായിട്ട് വരുന്നത് NDAയ്ക്ക് ആയിരിക്കും, BJPക്ക് ആയിരിക്കും വരിക. അതായത് കമ്മ്യൂണിസം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ കടന്നു കയറുന്നത് സ്വാഭാവികമായിട്ടും BJP ആയിരിക്കും എന്നുള്ളതായിട്ട് തർക്കമൊന്നുമില്ല. അത് നമ്മൾ പല സ്ഥലത്തും കണ്ടതാണ്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ പഞ്ചായത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് വലിയ ക്ഷീണം CPMൻ്റെ ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത് NDAയ്ക്കാണ്. ഇതേ സമയം തന്നെ UDFൻ്റെയും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് 26 പുതിയ വർഷം വരുമ്പോൾ BJP എങ്ങനെ നേരിടണമെന്നുള്ളത് അവരുടെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഈ 2 കൂട്ടർക്കും കാലങ്ങളോളം 5 വർഷം മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന 2 കൂട്ടർക്കും ഇപ്പോൾ പഴയതുപോലെ ഒരു ഈസി വാക്ക് ഓവർ കൂടി ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധിയാണ് BJP ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2026 BJPയുടെ വർഷമായിരിക്കും കേരളത്തിൽ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.